എറണാകുളം പരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നടക്കുകയാണ്. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിയമപരമായി, അതായത് അവരുടെ വീടും സ്ഥലവുമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ടായിരുന്നു ഒരു മധ്യസ്ഥ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത്. ഇപ്പോഴിത് ആ ചടങ്ങ് നടക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, വലിയൊരു തർക്കം, ആ തർക്കം രമ്യമായി പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഇതാ 7 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുകയാണ്. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അഭിലാഷ, 7 വീടുകൾക്ക് അതിൻ്റെ ഒരു തറക്കല്ലിടൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് പരിയത്തുകാവിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അവരുടെ ഒരു വിഷയങ്ങൾക്ക് അതൊരു അവസാനമാകുന്നു. നിർദ്ദേശിക്കപ്പെട്ട പോലുള്ള വീട്, ആ ഒരു പദ്ധതിക്ക് തുടക്കമാവുന്നു. 7 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ വീട് ഒരുങ്ങുന്നത്. അവരുടെ ആ വീടുകളാണ് ഏത് നിമിഷവും കുടിയൊഴിപ്പിക്കപ്പെടും എന്നൊരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ നമുക്കറിയാം, പലതവണ പോലീസ് ഇവിടേക്ക് കടന്നു വരികയും കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തു. അതിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ദിവസങ്ങളെല്ലാം തന്നെ കടന്നുപോയി. ഇതിനിടയിലായിരുന്നു UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. വന്ന സർക്കാരിന് മുന്നിലേക്ക് ഏറ്റവും ആദ്യത്തെ വിഷയം ഇത് തന്നെയായിരുന്നു. പാരിയത്തുകാവിൽ നടന്ന പോലീസ് നടപടി അടക്കം നിയമസഭയിൽ വലിയ രീതിയിലേക്ക് വിഷയങ്ങൾ വന്നിരുന്നു. പിന്നീട് സർക്കാർ ഇടപെട്ടുകൊണ്ട് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ അതൊരു സമിതി രൂപീകരിക്കുകയും ഈ വിഷയങ്ങൾ പഠിച്ച് എങ്ങനെ എത്രയും പെട്ടെന്ന് എത്രയും ഒരു നടപടികൾ എന്താ എന്നത് സൂചിപ്പിക്കാനുമുള്ള ഒരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ് നമ്മളിന്ന് കാണുന്നത്. ഇപ്പോൾ ആ കുടുംബങ്ങൾക്ക് 7 കുടുംബങ്ങൾക്ക് തറക്കല്ലിടൽ ചടങ്ങ് അത് നടക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെ അവർക്ക് താമസിക്കാൻ സൗകര്യമൊരുങ്ങുന്നു എന്നത് ഏറെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. കാരണം കാലങ്ങളായി അവരുടെ പല തലമുറകളായി ഇവിടെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഇടത്ത് തന്നെ അവർക്ക് താമസിക്കാനുള്ള ഒരു അവസരം ഇവിടെ നൽകുന്നു എന്നത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനുമായി നടത്തിയ ചർച്ചകൾ പല ദിവസങ്ങളിലായി മാരത്തോൺ ചർച്ചകൾ ഇതിനു വേണ്ടി തന്നെ വേണ്ടി വന്നിരുന്നു. ആ കുടുംബം അടക്കം പിന്നീട് അവരെ സർക്കാർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇവിടെ തന്നെ അവർക്ക് 5 സെന്റ് വീതം 7 കുടുംബങ്ങൾക്ക് സ്ഥലം വിട്ടു നൽകാമെന്ന് അവർ സമ്മതിക്കുകയും നൽകുന്നു. തുടർന്ന് സർക്കാർ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമാകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 1000 സ്ക്വയർ ഫീറ്റ് 1000 ചതുരശ്ര അടിയിൽ 7 വീടുകൾ നിർമ്മിച്ചു നൽകും. സർക്കാർ സ്പോൺസർഷിപ്പിലൂടെ ഈ പണം കണ്ടെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ ഈ നിർമ്മാണം എല്ലാം പൂർത്തിയായിട്ട് അത് കൈമാറുകയും ചെയ്യും. ഹൈക്കോടതി വഴിയാണ് ഇങ്ങനെയൊരു മീഡിയേഷൻ, അതായത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അതിനുശേഷം ഇതിലുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ കോടതിക്ക് പുറത്ത് ഈ രീതിയിലുള്ള സെറ്റിൽമെന്റിലേക്ക് വരികയും ഈ വിവരം ഹൈക്കോടതി അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇത് വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുന്നതിനുള്ള ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ അടക്കം അനുകൂല ഉത്തരവ് പ്രതിസന്ധിയായി നടപ്പാക്കണമെന്ന് നിർദ്ദേശമുള്ളപ്പോൾ തന്നെയായിരുന്നു സർക്കാർ വളരെ സന്ദർഭോചിതമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഒരു കാര്യം പരിഹരിക്കുകയും ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. പ്രതിസന്ധികൾ വലുതായിരുന്നു. പ്രത്യേകിച്ച് വർഷങ്ങളായി നീണ്ടുനിന്ന ഈ ഒരു ഭൂമി തർക്കം നിലനിന്നിരുന്നു. ഒപ്പം തന്നെയും ഇത് നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നതടക്കമുള്ള ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് എത്ര സമയബന്ധിതമായി ഹൈക്കോടതിക്ക് മുന്നിലുള്ള ഒരു സമയം വളരെ ചെറുതായിരുന്നു. അപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് തിടുക്കത്തിൽ സ്ഥലം MLA VP സജീന്ദ്രൻ അടക്കമുള്ളവർ എല്ലാം തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയും കളക്ടറുടെ നേതൃത്വത്തിൽ പിന്നീട് അതിൻ്റെ ഒരു ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ ഒരു സമയത്തിലേക്ക് ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സർക്കാരിന് വളരെയധികം അഭിനന്ദനം നേടിക്കൊടുത്ത ഒരു നടപടിയായിരുന്നു. ഇപ്പോൾ 2ാമത്തെ വീടിന് ഇവിടെ ഈ പ്രദേശത്ത് തന്നെയാണ് 7 വീടുകളും നിർമ്മിക്കുന്നത്. 2ാമത്തെ വീടിനുള്ള ഒരു തറക്കല്ലിടലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ 7 വീടുകൾക്കും തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയതിനു ശേഷം പൂർത്തിയായതിനു ശേഷമാണ് ഇവിടുത്തെ ഒരു ചടങ്ങിലേക്ക് അടക്കം കടക്കുക. ഏതായാലും ഈ പരിയത്തുകാവിലെ പ്രദേശത്തെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ്. കാരണം ഏതു നിമിഷവും കുടിയൊഴിപ്പിക്കപ്പെടാം എന്ന രീതിയിലേക്ക് 7 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു വീടുകളുടെയും ഒരു ആശങ്ക, പ്രത്യേകിച്ച് ഒരു തർക്കഭൂമി എന്ന രീതിയിലേക്ക് ഇത് മാറിയിരുന്നു. ഇവിടെ ആർക്ക് ഇടപെടാൻ കഴിയും എന്ന രീതിയിലേക്കെല്ലാം തന്നെ
കാര്യങ്ങൾ മാറുന്നു. സുപ്രീം കോടതിയുടെ അനുകൂല ഉത്തരവുമായി വരുന്ന സ്ഥലം ഉടമ, അതോടൊപ്പം തന്നെ പോലീസ് ഇതിൻ്റെ എല്ലാം തന്നെ ഇടയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ കഴിഞ്ഞ നാളുകളായി നിലനിന്നിരുന്ന ഒരു വിഷയം പരിഹരിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സർക്കാരിന്, കോൺഗ്രസിന്, UDF-ന് രാഷ്ട്രീയപരമായ ഒരു വിജയം കൂടി ഇത് ആവുകയാണ്. കാരണം കഴിഞ്ഞ 2 ടേമുകൾ 10 വർഷമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഇടത് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഈ സമരമുഖത്തേക്ക് ഈ ഇടതുപക്ഷം തന്നെ, LDF തന്നെ കടന്നു വരുന്നു. CPM-ന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സമരമുഖങ്ങളിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനമടക്കം നേരിടുകയും ചെയ്തിരുന്നു. കാരണം ഇത്രയും കാലമുണ്ടായിട്ടും ഈ വിഷയം പരിഹരിക്കാൻ ഒന്നും ചെയ്യാതിരുന്നവർ ഇപ്പോൾ ഈ സമരമുഖത്തേക്ക് വരുന്നതിൻ്റെ ന്യായം എന്താണ് ആ കാര്യങ്ങളിൽ അവർക്ക് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു സാങ്കത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് നടപടി ഉണ്ടാകുന്നു. ഈ പോലീസ് നടപടിയെ എതിർക്കുന്നതിന് വേണ്ടി CPM-ന്റെ ഏറ്റവും മുൻനിര നേതാക്കൾ, സംസ്ഥാനതല നേതാക്കൾ തന്നെ പിന്നീട് ഈ സമരങ്ങളിലേക്കെല്ലാം തന്നെ സഹയാത്രികരായി എത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും കോൺഗ്രസും UDF-ഉം ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാനായിട്ട് ഒരു ശ്രമവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇതിലിപ്പോൾ 7 കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സ്ഥിതിയിൽ ഉണ്ടായിരുന്നത്. ആ 7 വീട്ടുകാർക്കും ഇപ്പോൾ കയറിക്കിടക്കാനുള്ളൊരു പാർപ്പിടമെന്ന രീതിയിലേക്ക് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്, ഏതൊരാളുടെയും സ്വപ്നമാണ് കുടുംബമെന്നത്. വർഷങ്ങളായി ഇവിടെ കഴിഞ്ഞവർക്ക് പിന്നീട് ഒരു സുപ്രഭാതത്തിലൊരു നടപടികളിലൂടെ, കോടതി ഉത്തരവിലൂടെ ഇവിടെ നിന്ന് കുടിയൊഴിയുന്ന ഒരു സാഹചര്യമടക്കം ഉണ്ടാകുന്നത് അത് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അത് ഒരു സമയബന്ധിതമായിട്ട് കൃത്യമായി അത് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഹൈക്കോടതിയുടെ മുന്നിൽ ഈ കേസ് വരുമ്പോൾ അതിൽ സമയബന്ധിതമായി ഇത് തീർപ്പാക്കുക എന്നതാണ്. അങ്ങനെ ഒരു മാരത്തോൺ ചർച്ചകൾ രാത്രിയിലുടനീളമടക്കം റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ നടത്തുകയും വളരെയധികം സമയം ഇതിന് അവർ ചെലവഴിക്കുകയും ഈ വിഷയത്തിൽ പരിഹാരം കണ്ടേ പിന്മാറൂ എന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ അടക്കം നിലകൊള്ളുകയും ചെയ്തിരുന്നു. ആ ഒരു നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ നടപ്പാകുന്നത് എന്നത് പറയാം. വളരെ കൃത്യമായിട്ട് ഈ ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇതിൽ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഏതായാലും 7 വീടുകൾക്കും നമ്മൾ കാണുന്നത് ഓരോ വീടിനും ഇപ്പോൾ 2 വീടുകൾക്ക് തറക്കല്ലിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ 7 വീടുകളുടെയും തറക്കല്ലിടൽ ചടങ്ങ് ഇവിടെ പൂർത്തിയാകുകയാണ്. എന്തായാലും പാരിയത്ത് കാവിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിന്നിരുന്ന, കഴിഞ്ഞ കുറേയധികം നാളുകളായി വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതയും ആശങ്കകളും എല്ലാം തന്നെ ഈ കുടുംബങ്ങൾക്ക് നിലനിന്നിരുന്നു. കാരണം എങ്ങോട്ട് പോകും, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിരുന്നു. കാരണം വീട് വിട്ടാൽ പിന്നീട് ഒരു സംരക്ഷിത കേന്ദ്രവും അവർക്ക് ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്നു. അവിടെയാണ് കൃത്യമായ ഒരു ഇടപെടൽ. എന്തു വന്നാലും അത് UDF-ഓ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലൊരു രാഷ്ട്രീയപരമായൊരു വലിയ വിളംബരമൊന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇത് ഈ സാധു വീട്ടുകാർക്ക് അവർക്ക് സ്വന്തമായി വീട് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമെന്ന രീതിയിൽ തന്നെ അന്ന് മന്ത്രി പറയുകയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിജയമായി ഞങ്ങളിത് ആഘോഷിക്കുന്നില്ല, ഈ ഒരു വിഷയം അവസാനിക്കുന്നുണ്ടല്ലോ, കുറച്ചു പേർക്കെങ്കിലും ആശ്വാസമാകുന്നുണ്ടല്ലോ എന്നൊരു നിലപാടിലാണ് അന്ന് മന്ത്രി അടക്കം ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ അവസാനിക്കുന്നു എന്നതാണ്, ഈ ഒരു ആശങ്കകൾ അവസാനിക്കുന്നു. കഴിഞ്ഞ നാളുകളായിട്ട് ഇവിടെ ഏത് സമയവും പോലീസ് ഏത് സമയവും കടന്നു വന്നേക്കാം, വീട് ഒഴിപ്പിക്കപ്പെട്ടേക്കാം. നമ്മൾ തമ്മിൽ പലതവണ ഏതാണ്ട് 15ഓളം തവണ പോലീസ് നടപടികളിലേക്ക് അടക്കം ഇവിടേക്ക് കടന്നു വരികയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ 2 തവണ കടന്നു വന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം പരിക്കേൽക്കുന്ന രീതിയിലേക്ക് അടക്കം കടന്നു വന്നു. പോലീസ് അവിടേക്ക് ജലപീരങ്കി ഉപയോഗിക്കുന്നു, ഈ സമരപ്പന്തൽ അടിച്ച് അത് ഇല്ലാതാക്കുന്നു. അങ്ങനെ വീടുകളിലേക്ക് കയറിയിറങ്ങി സർവേ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ശക്തമായ എതിർപ്പുണ്ടാകുന്നു. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പോലീസ് നടപടി അടക്കം മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഈ വിഷയത്തിന് വളരെ രമ്യമായ ഒരു പരിഹാരമുണ്ടായിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഉണ്ടായിരിക്കുന്നു എന്നതും കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അഭിലാഷ്,
യെസ്, ഡാനി ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 7 കുടുംബങ്ങൾ, അതായത് പതിറ്റാണ്ടുകളായി അവർക്ക് അവരുടെ ഭൂമിയിൽ ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു നിയമ പോരാട്ടം ആയിരുന്നു. ഈ 7 കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലായിരുന്നു. ഒടുവിൽ ആ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ 7 കുടുംബങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ 7 കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കാൻ കോടതി തന്നെ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ 14 തവണയിലേറെ കുടിയൊഴിപ്പിക്കലിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതിൽ തന്നെ 1-2 തവണ വലിയ തോതിലുള്ള സംഘർഷത്തിനാണ് പരീത്തുകാവ് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ 15 തവണയിലേറെ 16 തവണയൊക്കെ കുടിയൊഴിപ്പിക്കലിനായി എത്തുന്നതിന് മുമ്പ് അവിടെ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുടിയൊഴിപ്പിക്കലിന്റെ ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ അവിടെയാണ് സർക്കാർ സംവിധാനങ്ങളടക്കം ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തുകയും അങ്ങനെ കുറച്ച് ഭൂമി ഇതുമായി ബന്ധപ്പെട്ട് വിട്ടു നൽകുന്ന ഒരു സമീപനത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ആ 7 കുടുംബങ്ങൾക്ക് അവരുടെ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായി വരുന്നില്ല എന്നതാണ് വലിയ ആശ്വാസം. ഒരുപക്ഷെ നിയമപരമായ പോരാട്ടം തുടർന്നിരുന്നുവെങ്കിൽ ഇതിലാർക്കും അവകാശമില്ലാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ ക്രയവിക്രയമൊന്നും സാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോയേനെ. അതിനിടയിലാണ് ഈ വിഷയം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.